ഒരു സബ്സ്റ്റൻസ് അത് ലിക്വിഡായും സോളിഡായും ഗ്യാസായും എക്സിസ്റ്റ് ചെയ്യും ചിലപ്പോൾ. ഫോർ എക്സാമ്പിൾ വാട്ടർ, ഐസ്, വാട്ടർ, സ്റ്റീം all are same substance and the same particle. പക്ഷെ ഫിസിക്കൽ സ്റ്റേറ്റ് വെവ്വേറെ. ഈ ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ഈ ഡിഫറൻസിന് രണ്ട് ഓപ്പോസിങ് ഫാക്ടേഴ്സാണ് നെറ്റ് എഫക്റ്റാണ് ഈ വ്യത്യാസം എന്ന് വേണമെങ്കിൽ പറയാം. ടു ഓപ്പോസിങ് ഫാക്ടേഴ്സ്, അതിൻ്റെ നെറ്റ് എഫക്റ്റ്. വാട്ട് ആർ ദി ഓപ്പോസിങ് ഫാക്ടേഴ്സ്? ഒന്ന് പാർട്ടിക്കിൾസിൻ്റെ തെർമൽ എനർജി. തെർമൽ എനർജി പാർട്ടിക്കിളെ സംബന്ധിച്ചിടത്തോളം അതിനെ അകറ്റും. എനർജി കൂടിയാൽ അകന്നു നിൽക്കും. മറ്റൊന്ന് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്. അത് സ്ട്രോങ് ആണെങ്കിൽ, അതല്ലെങ്കിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സുകൾ ടെൻഡൻസി ഉള്ളത് പാർട്ടിക്കിളെ ക്ലോസ് ആക്കാൻ. അപ്പോൾ ഇന്റർമോളിക്കുലാർ ഫോഴ്സിൻ്റെ ടെൻഡൻസി പാർട്ടിക്കിളെ അടുപ്പിച്ച് നിർത്താനും തെർമൽ എനർജിൻ്റെ ടെൻഡൻസി അവയെ അകറ്റാനും. ഈ രണ്ട് ഓപ്പോസിങ് ഫാക്ടേഴ്സിൻ്റെ നെറ്റ് എഫക്റ്റാണ് ഓരോരോ സ്റ്റേറ്റ്സ്. സോളിഡ് സ്റ്റേറ്റുകളിൽ എന്താ പ്രത്യേകത? ദി തെർമൽ എനർജി ലോ. സോ പാർട്ടിക്കിൾ കനോട്ട് മൂവ്, ഓൺലി ഓസിലേറ്റ് അബൌട്ട് ദെയർ മെയിൻ പൊസിഷൻസ്. Intermolecular forces are strong, hence the particle occupy fixed positions. On this basis, characteristic properties of the solid state എന്തൊക്കെ? Have definite mass, volume and shape. Intermolecular distance are short. അതുകൊണ്ട് അടുത്തടുത്തിരിക്കുന്നത്. Intermolecular forces are strong. Their constituent particles have fixed positions and can only oscillate about their mean positions. They are incompressible and rigid. Why are solids rigid? Intermolecular forces are strong. Intermolecular distance are short. Why do solids have a definite volume? Intermolecular distances are short. Intermolecular forces are strong. Okay. Then solids are classified into two categories: crystalline solids, amorphous solids. Crystalline solids, amorphous solids എന്ന കാറ്റഗറി on the basis of orderly arrangement of particle. ആദ്യത്തെ ചിത്രം നോക്കുക. പാർട്ടിക്കിൾസ് ഒക്കെ ഒരു റെഗുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇറ്റ് റിപ്പീറ്റ്സ് ഓവർ ദി എൻറ്റയർ ക്രിസ്റ്റൽ. രണ്ടാമത്തത്, ആ റെഗുലർ പാറ്റേൺ കുറച്ച് ദൂരേ ഉള്ളൂ, അപ്പോഴേക്കും ഡിസോർഡറായി. ഇങ്ങനെയുള്ളത് അമോർഫസും. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും വ്യത്യാസം: ക്രിസ്റ്റലൈൻ സോളിഡ് ലോങ് ഓർഡർലി അറേഞ്ച്മെന്റ് ആണ്, അമോർഫസ് സോളിഡ് ഷോർട്ട് റേഞ്ച് ഓർഡർലി അറേഞ്ച്മെന്റ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ്, particles arranged in a regular pattern, it repeats over the entire crystal. Amorphous solids, particles arranged in a short distance repeating pattern, then scattered and is disordered. Short range orderly arrangement. For example, glass, rubber and plastics. ഇനി നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെയും അമോർഫസ് സോളിഡ്സിൻ്റെയും ചില പ്രോപ്പർട്ടീസുകളൊക്കെ ഡിസ്കസ് ചെയ്യാം. ക്രിസ്റ്റലൈൻ സോളിഡ് അനിസോട്രോപിക് ആണ് എന്ന് പറയും. കാരണം ഈ അനിസോട്രോപിക് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഡയറക്ഷനലി ഡിപ്പെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ, ആ ചിത്രം നോക്കുക. ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് സി ഡി ഒരു ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്, എ ബി എന്നൊരു ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്
കണക്കാക്കണം. സി ഡി ഡയറക്ഷനിൽ ലൈറ്റ് കടത്തി വിട്ടു, എന്നിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്തി ഒരു വാല്യൂ കിട്ടി. ഈ ലൈറ്റ് തന്നെ എ ബി ഡയറക്ഷനിൽ കടത്തി വിട്ടിട്ട് എന്നിട്ടൊരു വാല്യൂ കിട്ടുന്നതും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പൊ രണ്ട് ഡയറക്ഷനിൽ രണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതുപോലെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസും ഇങ്ങനെ ഡയറക്ഷനലി ഡിപ്പെൻഡൻ്റ് ആണ്. എന്തുകൊണ്ട്? ദി അറേഞ്ച്മെന്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഡിഫറെന്റ് അലോങ് ഡിഫറെന്റ് ഡയറക്ഷൻസ്. ഇനി ഐസോട്രോപിക്, അത് അമോർഫസ് സോളിഡുകളുടെ ഒരു പ്രോപ്പർട്ടിയാണ്. അത് ഡ്യൂ ടു ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി വാല്യൂ സെയിം അലോങ് എനി ഡയറക്ഷൻ. എന്തുകൊണ്ട്? അറേഞ്ച്മെന്റ് ഇറഗുലർ അലോങ് ആൾ ഡയറക്ഷൻ. ഇറഗുലർ ആണ്, എല്ലാ ഡയറക്ഷനിലും ഇറഗുലർ ആണ്. പിന്നെ എല്ലാ ഡയറക്ഷനിലും ഒരേ വാല്യൂ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് കിട്ടും. ഓക്കെ. ഇനി അമോർഫസ് സോളിഡുകളുടെ ചില പ്രോപ്പർട്ടി നോക്കാം. അമോർഫസ് സോളിഡുകളിനെയൊക്കെ സ്വീഡോ സോളിഡ്സ് എന്ന് പറയും. സ്വീഡോ പറഞ്ഞാൽ മലയാളത്തിൽ കപടം, കാപട്യം. അതായത് സോളിഡ്സ് ആണ് എന്നുള്ള തോന്നലേ ഉള്ളൂ, അങ്ങനെ അല്ല. അത് ലിക്വിഡിന്റെ സ്വഭാവം കാണിക്കുന്നതാണ്. എങ്ങനെ? ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ, ഒഴുകാനുള്ള ടെൻഡൻസി. പഴയ ഗ്ലാസ്സുകൾ, കൊല്ലങ്ങളോളം പഴക്കമുള്ള ഗ്ലാസ് ജനലുകൾ, മോൾ ഭാഗം കനം കുറഞ്ഞും താഴ്ഭാഗം കനം കൂടിയും ഇരിക്കും. കാലക്രമേണ മെല്ലെ താഴോട്ട് ഒഴുകിയതാണ്. അപ്പൊ ഗ്ലാസ് സോളിഡ് ആണെന്ന് നമ്മൾ വിചാരിച്ചു, അമോർഫസ് സോളിഡ് ആണെന്ന് വിചാരിച്ചു. പക്ഷേ അത് ലിക്വിഡിന്റെ സ്വഭാവം കാണിക്കുന്നു. Glass panes fixed to windows or doors of old buildings are slightly thicker at the bottom than the top. Amorphous solids വേറെ പ്രത്യേകത. Amorphous solids become crystalline at some temperature. അപ്പോൾ amorphous solids കാലങ്ങൾ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിൽ അത് ക്രിസ്റ്റലൈൻ ആയി മാറും. അങ്ങനെ some glass objects from ancient civilizations are found to become milky in appearance. ഒരു മിൽക്കി ആയി കാണുന്നു വളരെ പഴയ ഗ്ലാസ്. അതിന് കാരണം അമോർഫസ് സോളിഡ് സം ടെമ്പറേച്ചറിൽ ക്രിസ്റ്റലായി മാറുന്നതുകൊണ്ടാണ്. ഇനി കോട്സ് കൊണ്ടുള്ള ഗ്ലാസ്, രണ്ട് സ്ട്രക്ചർ ഒരുപോലെയാണ്. പക്ഷെ കോട്സ് ക്രിസ്റ്റലൈനും കോട്സ് ഗ്ലാസ് അമോർഫസും. എന്തുകൊണ്ട്? ക്വാർട്സ് ക്രിസ്റ്റൽ ലോങ് റേഞ്ച് ഓർഡർ ആണ്, ക്വാർട്സ് ഗ്ലാസ് ഷോർട്ട് റേഞ്ച് ആയാണ്. ഇനി അമോർഫസ് സോളിഡുകളുടെ ചില ഉപയോഗങ്ങൾ, ഒരു ആപ്ലിക്കേഷൻ. അമോർഫസ് സിലിക്കൺ, അത് ഒരു ഫോട്ടോ വോൾട്ടേക്ക് മെറ്റീരിയലാണ്. അതായത് കൺവേർട്ട് സൺലൈറ്റ് ഇൻറ്റു ഇലക്ട്രിസിറ്റി. ഓക്കെ. ഇനി ക്രിസ്റ്റലൈൻ്റെ ഒരു രണ്ട് പ്രോപ്പർട്ടി. ക്രിസ്റ്റലൈൻ സോളിഡ് ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഉപ്പ്, അതൊരു ക്യൂബ് ഷേപ്പ് ആവും. ഈ താഴെ കൊടുത്തതുപോലെ ക്യൂബിക്കോ, ടെട്രാഗണലോ, ട്രൈക്ലിനിക്കോ, ഓർത്തോറോംബിക്, ഇങ്ങനെ ക്രിസ്റ്റൽ ഓരോ സബ്സ്റ്റൻസിന് ഓരോ ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്. അതുപോലെ ക്രിസ്റ്റലൈൻ്റെ വേറൊരു പ്രത്യേകത, ഗിവ് റെഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ്. മുറിച്ച് കഴിയുമ്പോൾ റെഗുലറായിട്ട് ഒരു ക്ലീവേജ് കൃത്യമായി മുറിച്ച് കിട്ടും. ഇപ്പോൾ ഒരു ഗ്ലാസ് നമ്മൾ മുറിക്കാൻ മെനക്കെട്ട ചിന്നിപ്പോവുള്ളൂ, കറക്റ്റായിട്ട് മുറിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഗിവ് റെഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ്, അത് ക്രിസ്റ്റലൈൻ്റെ പൊതു സ്വഭാവമാണ്. ഓക്കെ. ഇനി പറഞ്ഞതിൻ്റെയൊക്കെ ഒരു അബ്സ്ട്രാക്ട്. ക്രിസ്റ്റലൈൻ ലോങ് റേഞ്ച് ഓർഡർലി അറേഞ്ച്മെന്റ്, അമോർഫസ് ഷോർട്ട് റേഞ്ച്, ക്രിസ്റ്റലൈൻ അനിസോട്രോപിക്, അമോർഫസ് ഐസോട്രോപിക്. ക്രിസ്റ്റലൈന് ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക്കൽ ഷേപ്പ്,
no definite characteristic geographical shape. Give regular cleavage on cutting. Give irregular cleavage. Definite melting and heat of fusion. No definite melting point and heat of fusion. True solids ആണ് crystals. Amorphous pseudo solid ആണ്. For example solids quartz, diamond, graphite, fullerene. Fullerene പറഞ്ഞാൽ കാർബണിന്റെ ഒരു ഐസോട്ടോപ്പാണ്. അത് നമ്മൾ പിന്നീട് ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. NaCl, കോപ്പർ സൾഫേറ്റ്, ഐസ്, നാഫ്തലിൻ, സിലിക്കൺ കാർബൈഡ്. അമോർഫസ് പ്ലാസ്റ്റിക്, ക്വാർട്സ് ഗ്ലാസ്, റബ്ബർ, അമോർഫസ് സിലിക്ക, കോൾ, ചാർക്കോൾ, കോക്ക്, PVC എക്സെട്ര ആർ അമോർഫസ്. അപ്പോൾ ഈ ഒരു ടേബിള് പൊതുവെ ഇത് മുഴുവൻ പോസ് ചെയ്ത് ഒരു നോട്ട് ബുക്കിൽ എഴുതി വെച്ചാൽ നന്നായി. അതുപോലെ ഈ ടേബിളും. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് അനിസോട്രോപ്പിക്, ഗ്ലാസോ ഡയമണ്ടോ? അപ്പം നമ്മൾ ഇത് ഏത് ക്രിസ്റ്റലൈൻ എന്ന് തിരിച്ചറിയണം. ഡയമണ്ട് ആണ്. എന്താ കാരണം? ഇറ്റ് ഈസ് ക്രിസ്റ്റലൈൻ സോളിഡ്. Write any 4 differences between crystalline solids and amorphous solids. What make glass different from solid such as quartz, long range odor in glass? Crystalline solids are anisotropic. What is anisotropy? Physical properties are directly dependent. Glass panes fixed to windows or doors of old buildings are slightly thicker at the bottom than at the top. Why? Some glass objects from ancient civilization are found to become milky in appearance. Why? Two more questions. Refractive index of a solid is found to have the same value along all directions. Comment on the nature of the solid. എല്ലാ ഡയറക്ഷനിലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരുപോലെയാണ്. നിനക്ക് എന്ത് മനസ്സിലായി? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ക്ലീവേജ് പ്രോപ്പർട്ടി. ഒന്ന് ഇത് അമോർഫസ് ആണെന്ന് മനസ്സിലായി. അതിൻ്റെ ക്ലീവേജിനെ കുറിച്ച് എന്തറിയാം? നോ റെഗുലർ ക്ലീവേജ്, അമോർഫസ് ആയതുകൊണ്ട്. വൈ ഈസ് ഗ്ലാസ് കൺസിഡർ എ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയുന്ന കാരണം അമോർഫസ് ആണ്, ക്യാൻ ഫ്ലോ, അതുകൊണ്ടാണ് ലിക്വിഡ് പറഞ്ഞത്. ഓക്കെ.